Good afternoon, Lord. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. മഴയുണ്ടോ മാഡം അവിടെ? മഴയുണ്ട്. ഇപ്പൊ കുറഞ്ഞു. ഇവിടെ നല്ല മഴയാ. റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. ഇംഗ്ലീഷ് ക്ലാസ് ഫുള്ളാക്കാൻ പറ്റിയില്ല. ആണല്ലേ? ഏതാ ഡിസ്ട്രിക്ട് ഏതാ? കോട്ടയം. കോട്ടയം ഭയങ്കര മഴയുണ്ട്. ഇവിടെ ഇനിയിപ്പോ മഴയൊക്കെ പെയ്യാനുള്ള ഒരു ഇതിൽ നിൽപ്പുണ്ട്. ഇവിടെ നല്ല മഴയാ, നല്ലതായിട്ട് പെയ്തോണ്ടിരിക്കുക. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നെറ്റിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അല്ലേ? ക്ലാസ് കട്ടാവുന്നുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഫുള്ളാക്കാൻ 2:10 ഞാൻ കട്ടായി ഇറങ്ങി കിട്ടുന്നില്ലായിരുന്നു ഒട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഔട്ട് പേഷ്യന്റ് തീർന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടാ? കിട്ടാത്തവര് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആൻസർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അത് എഴുതിയെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻപേഷ്യന്റിന്റെ എല്ലാവരുടെ കയ്യിലുണ്ടാ? ഇൻപേഷ്യന്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് ആയിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലുണ്ടല്ലേ? ഏതാ? ഫസ്റ്റ് മൊഡ്യൂളിലുള്ളതല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിലുള്ളതാണ്. ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റും ഫസ്റ്റ് മൊഡ്യൂളിലുള്ളതാണ്. ഔട്ട് പേഷ്യന്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കാം. ആൻസർ ചെയ്തൊക്കെ നോക്കാം. നമുക്ക് നിങ്ങളെ കിട്ടാത്തവരെ ഒന്നല്ലെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, നമുക്ക് എക്സാമിനൊക്കെ വരുമ്പോഴേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അത് വാർത്തിപ്പെടും. ഓക്കെ, 122 പേരായിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഇനി ആരും വരുന്നവരൊക്കെ വരട്ടെ. നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ കിട്ടുന്നവര് പറയണം കേട്ടാ. കിട്ടാത്തവര് നമ്മള് കുഴപ്പമില്ല, കിട്ടില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നവര് പറയാം. ഞാൻ ചോദിക്കില്ല, ഓരോരുത്തരോടൊന്നും ചോദിക്കാനില്ല. പൊതുവായിട്ട് നമ്മൾ പറയാം. കിട്ടണമെങ്കിൽ അത് അവരങ്ങോട്ട് പറഞ്ഞു. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് എന്തിനാണ്? ഔട്ട് പേഷ്യന്റിന്റെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് സർവീസിന് വേണ്ടിയിട്ടാണ്? ഞാൻ കുറച്ച് ഓപ്ഷൻസ് പറയാം. ഡയഗ്നോസിസ് ആണോ, ഒബ്സർവേഷൻ ആണോ, കൺസൾട്ടേഷൻ ആണോ? കൺസൾട്ടേഷൻ. അപ്പൊ കിട്ടാത്ത ഓക്കെ ഒരുപാട് കൺസൾട്ടേഷൻ. ഇല്ല, ഡയഗ്നോസിസും ഒബ്സർവേഷനും ഇല്ല, കൺസൾട്ടേഷൻ ആണ്. ഒരുപാട് പേര് ഓൺ എടുക്കേണ്ടത് എല്ലാം പെടില്ല കേട്ടോ. കൺസൾട്ടേഷൻ ആണ്. അപ്പൊ ഔട്ട് പേഷ്യന്റിന്റെ സർവീസ് എന്തിനാ ചെയ്യേണ്ടത്? കൺസൾട്ടേഷൻ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടാത്തവർ എഴുതി വെച്ചോ. എനിക്ക് ചിലപ്പോ എന്തെങ്കിലും എക്സാമിനെ ഞാൻ ചോദിക്കേണ്ടി വന്നാലോ എഴുതി വെക്കാം. കിട്ടാത്തവർ എഴുതി വെച്ചോ. ഓക്കെ, നെക്സ്റ്റ് ബ്രോങ്കോസ്കോപ്പ് ഡാഷ് എക്യുപ്മെന്റ് ആണ്. ഇറ്റ്സ് എ ഡാഷ് എക്യുപ്മെന്റ്. എന്ത് എക്യുപ്മെന്റ് ആണ്? തെറാപ്യൂട്ടിക്. അപ്പൊ തെറാപ്യൂട്ടിക് എഴുതിക്കോ. THERAPUTI. എഴുതി വിടുന്നുണ്ട് ഒരുപാട് പേര്. അഫ്സൽ, അലോണ, ഒരുപാട് പേര് എഴുതി വിടുന്നുണ്ട്. സ്പെല്ലിംഗ് കറക്റ്റ് നോക്കി എഴുതി വെക്കാം. ബ്രോങ്കോസ്കോപ്പ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് ആണ്.
ചിലപ്പോ ഇനി നിങ്ങൾക്ക് ഇത് കൂടി കഴിഞ്ഞ എക്സാമിനൊക്കെ വരും, അപ്പൊ ചോദിക്കും. മൊഡ്യൂൾ 1 ഉം 2 ഉം എക്സാം ഉണ്ടാവും. ഓക്കെ, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യൻസിന്റെ ഫങ്ഷൻസ് ഒരെണ്ണാർക്കെങ്കിലും പറയാൻ പറ്റൂ? ഏർലി ഡയഗ്നോസിസ്, ഫങ്ഷൻസിന്റെ നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് ഫങ്ഷൻസ് കൊടുത്തിട്ട് അതിന്റെ treatment on ambulatory basis. effective treatment on ambulatory basis, screening for admission to school, hospital. Sorry. പിന്നെ നിങ്ങൾക്ക് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താ വരിക? നമുക്ക് വൺ വേർഡ് പോലെയാണല്ലോ വരിക. അതെ, ഒക്കെ MCQ ക്വസ്റ്റ്യൻസ് വരാം, വൺ വേർഡ് വരാൻ വരെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് ചിലപ്പോ ഫങ്ഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ് തന്നിട്ട് ചോദിക്കും, 4 ആൻസർ മറ്റേ ഓപ്ഷൻസ് തരും. അതിലൊരെണ്ണം ഫങ്ഷൻസ് ഉണ്ടാവും. അത് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എല്ലാ ഫങ്ഷൻസും മനസ്സിലാക്കണം. ഓക്കെ, ഒരെണ്ണം മാത്രം അതിൽ തരും, ബാക്കി പറയും നിങ്ങളോട് പിക്ക് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് OPD, അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഒരെണ്ണേ തരുള്ളൂ, ഒരു ഫങ്ഷൻ തരും. ആ ഫങ്ഷൻ ഏതാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ എല്ലാവരും നമ്മൾ വായിച്ചു നോക്കാം, ഇത് ഫങ്ഷൻസ് ആണോ. ഒരെണ്ണേ തരുള്ളൂ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റാ സർവീസ് കൊടുക്കുന്നത്? Decentralized outpatient service. ഡീസെൻട്രലൈസ്ഡ് Patient service. ഓക്കെ ഓക്കെ. നിങ്ങൾ കറക്റ്റ് എല്ലാം കിട്ടണ്ടല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആരെങ്കിലും നിങ്ങൾക്ക് ഇതിന് മുമ്പ് തന്നെയായിരുന്നാ? ഇല്ല. ഇല്ല, എല്ലാവരും പെട്ടെന്ന് 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 പോയതല്ല, എളുപ്പമാണ്. എനിക്ക് എന്തായാലും എക്സാമിന് ഇങ്ങനത്തെ MCQ ക്വസ്റ്റ്യൻസ് മാത്രമേ തരുള്ളൂ. ഉണ്ടായിരുന്നു. ഇതുണ്ടായിരുന്നല്ലേ? ഇത് ഞാൻ തന്നിട്ടുണ്ട്. ഇത് അവിടെ ഞാൻ പറഞ്ഞതല്ലല്ലോ. മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നതാണോ ഞാൻ പറഞ്ഞതാണോ? മോക്ക് ടെസ്റ്റിലുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റില്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പിന്നെ all patients other than emergencies who reports directly to outpatient. General outpatient. ജനറൽ ഔട്ട്പേഷ്യന്റ്. പതുക്കെ പറയോ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തെടുക്കാനാ? ഔട്ട്പേഷ്യന്റ്. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞത്. all patients other than emergencies. all patients other than emergencies who reports directly to OPD is dash. General outpatient. General outpatient. ഒന്നുകൂടി പറയാം. all patients other than emergencies who report directly to OPD is dash. ഓക്കെ, സ്പെല്ലിംഗ് എന്തെങ്കിലും കിട്ടാൻ വേണോ? സ്പെല്ലിംഗ് പറയണോ? റിപ്പോർട്ട്സ്, ഡയറക്ട്ലി, എമർജൻസീസ് എല്ലാം കിട്ടിയാ? ഓക്കെ.
ഓക്കെ, അപ്പൊ അത് ജനറൽ ഔട്ട് പേഷ്യന്റ് ഇട്ട് അപ്പൊ നിങ്ങളുടെ നോട്ടിൽ എവിടെയെന്ന് വെച്ചാൽ എഴുതിയിടാ. ഇനി മൊഡ്യൂൾ 1ഉം 2ഉം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എക്സാം ഉണ്ടാവും. മൊഡ്യൂൾ 1ഉം 2ഉം തീരുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാം വന്നത്. അപ്പൊ ഈ മൊഡ്യൂൾ 2 ഒരേ ഭാഗമായിട്ട് എക്സാം 2 തരം ഉണ്ടാവും. മൊഡ്യൂൾ 1ഉം 2ഉം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2ഉം 3ഉം 4ഉം ഉണ്ട്. ഇതിൽ രണ്ടിലും പാസ്സാവുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് ഇതിന്റെ ഇത് തരുന്നത്. നമ്മള് ഇത് ആർക്കും ഒന്നും കിട്ടാതിരിക്കരുത്. എന്ത് ചോദിച്ചാലും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെന്താ ANMS ഫുൾ ഫോം? ANMS അതിന്റെ ഫുൾ ഫോം എന്താ? ആന്റിനാറ്റൽ കെയർ. അല്ല, അത് Auxiliary nursing midwifery. ഓക്സിലറി നഴ്സിംഗ് അഡ്വൈസറി. ഓക്സിലറി നഴ്സിംഗ് മാറരുതില്ല. നൈസിനാറ്റിലും ANMSഉം മാറരുത്. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ? ഞാന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഞാൻ വെറുതെ തയ്യാറെടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പർക്ക് ഇവിടുത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ളൂ. അല്ല, നിങ്ങൾക്ക് എക്സാമിനല്ലേ, എക്സാമിന് ഒരു 150 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ടാവും. ഓൺലൈനിലാണ് അത്. ഈ ഒരു ബേസിക് പാഠത്തിൽ നിന്നല്ല, എല്ലാ പാഠത്തിലും കൂടി ഈ ഒരു പാഠത്തിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട്. മൊഡ്യൂൾ 1ഉം 2ഉം കൂടി ഒന്നിച്ച് 150 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ 2 മണി തുടങ്ങി 1:30 വരെ ആയിരിക്കും. 1.5 മണിക്കൂർ ഉണ്ടാവും എക്സാം. ഓൺലൈനാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, ടെസ്റ്റ് അല്ലേ? അല്ല, മൊഡ്യൂൾ 1ഉം 2ഉം കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ എക്സാമാ. 1ന്റെയും 2ന്റെയും എക്സാം എല്ലാവരും പാസ്സാവാൻ നോക്കണം. അതിൽ തോറ്റില്ല, എഴുതാൻ പറ്റില്ല എങ്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാശ് 500 രൂപയായിട്ട് 100,000 കണ്ടെന്ന് തോന്നുന്നു. പിന്നെയും നിങ്ങൾ കാശ് കൊടുത്ത് എക്സാം എഴുതേണ്ടി വരും. അത് മെയിൻ എക്സാം ആണ്. മോഡലിന് അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. ബേസ്ഡ് ഓൺ ടൈപ്പ് പേഷ്യൻസ് ഉണ്ടല്ലോ, അതിൽ മിസ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ജനറൽ OPD എന്നാണ് പറഞ്ഞത്. അതിന്റെ അടിയിലുള്ള എമർജൻസിയും മറ്റേതും ഇമ്പോർട്ടന്റ് തന്നെയല്ലേ? മനസ്സിലായില്ല. എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞത് ക്ലാസ് എടുത്ത പാഠങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തു വെച്ചോ. ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ഞാൻ എഴുതിയിട്ടിട്ടുള്ളൂ. പറഞ്ഞതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പറഞ്ഞതൊക്കെ കണ്ടല്ലേ ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഈസ് ഓൾസോ നോൺ ആസ്. 2 പേര് പറയുന്നുണ്ട്. ANMSന്റെ ഫുൾ ഫോമാ. ANMSന്റെ ഫുൾ ഫോം ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. Auxiliary. Solution coordinator. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്നുള്ളത് അതിന്റെ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഗസ്റ്റ് റിലേഷൻ കോർഡിനേഷൻ. നമ്മള് സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അതുപോലത്തെ സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ എക്സാമിന് വരുമ്പോൾ തെറ്റിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സിമ്പിൾ ആയിട്ട് നമ്മൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ആ നേരത്തെ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ എക്സാമിൽ വരുമ്പോൾ നമ്മൾ നോക്കുകയില്ല, കിട്ടുകയില്ല. ഓക്കെ, പിന്നെ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ. ഷവറയുടെ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാണ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്യണത്? 24 hours. 24 hours. 24 hours. ഓക്കെ, 24 hours. അത് കൊടുക്കാം. പിന്നെ ഇതിനൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് ആൾട്ടർനേറ്റ്, അതിന് വേറൊരു പേരുകളുണ്ട്.
ഇല്ലേ? ആ പേരുകൾ ഏതൊക്കെയാണ്? അൾട്ടർനേറ്റീവ് കാഷ്വാലിറ്റി, കൂടി എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഇതിനെ നമ്മൾ ഇങ്ങനെ പറയും ആക്സിഡന്റ് എമർജൻസി ട്ടാ. ഓക്കെ, ഇനി വേറൊന്നുമില്ല, ഇത്ര ഓർക്കാം. പിന്നെ ജനറൽ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. ജനറൽ പ്രോബ്ലംസ് OPDയുടെ പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒരെണ്ണം തരും, അത് ജനറൽ പ്രോബ്ലം ആണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ആ പ്രോബ്ലം പറഞ്ഞിരിക്കണം. ഷോർട്ടേജ് ഫെസിലിറ്റീസ്, റെസിസ്റ്റന്റ് ചേഞ്ച്, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? ജനറൽ പ്രോബ്ലംസ് ഓർത്തിരിക്കുക. നമുക്ക് മെയിൻ ആയിട്ടുള്ള ജനറൽ പ്രോബ്ലം ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഓക്കെ, അതും പെടും ജനറൽ പ്രോബ്ലത്തിലുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ചോദിക്കും, ഇതില് തെറ്റുള്ളത് ചോദിക്കും, ശരിയായിട്ട് ചോദിക്കും. ജനറൽ പ്രോബ്ലം ഏതാന്ന് ചോദിക്കും, മെയിൻ ആയിട്ടുള്ള ജനറൽ ഒക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ അങ്ങനെ ഔട്ട് പേഷ്യന്റ് ഫിനിഷിംഗ് ആയി. ഇതൊന്ന് വായിച്ചു നോക്കാനുണ്ട്, വേറെ ഒന്നും ഔട്ട് പേഷ്യന്റിന് ഇല്ല. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുള്ളൂ. എന്താ ചോദിച്ചേ? എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്? കൂടി ചേർന്ന് എക്സാം 150 മാർക്കിന് നിങ്ങൾ ടെസ്റ്റ് ആയിരിക്കും. 1 വേഡ് ഒക്കെ 1 വേഡാ വരാം. ഓപ്ഷൻസ് ഉണ്ടാവും, 4 ഓപ്ഷൻസ്. ആണോ? ഒന്നും എത്ര മാർക്കിന്റെ എന്നാ പറഞ്ഞേ? 150 മാർക്കായിരിക്കും, അല്ലെങ്കിൽ 120 100 പേര് എന്തായിട്ടുണ്ട്. അത് ഓരോ ഇതിനനുസരിച്ചിരിക്കും. എത്ര വെച്ച് ഓരോ ക്വസ്റ്റ്യൻസ്. ഈ മോക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കട്ട് ഓഫ് പോയിന്റ് എത്രയാ? എത്ര സ്കോർ ചെയ്യണം? കട്ട് ഓഫ് ഒന്നും നമുക്കറിയില്ല. നിങ്ങൾ എന്തായാലും എല്ലാവരും പാസ് ആവും. ഇപ്പൊ ചോദിച്ചിട്ട് എല്ലാവർക്കും കിട്ടില്ല. ഇത് പഠിക്കുക, തന്നേക്കാൾ ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. ഓക്കെ, വേറെ ഒന്നും വരില്ല. വേറെ കാര്യമൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഔട്ട് പേഷ്യന്റ് ഇപ്പൊ നമ്മുടെ തീർന്നു. എല്ലാവർക്കും ഔട്ട് പേഷ്യന്റ് ഇപ്പൊ മനസ്സിലായി കിട്ടിയില്ല. എല്ലാവർക്കും ഔട്ട് പേഷ്യന്റ് എന്ത് ചോദിച്ചാലും കിട്ടൂലേ? ടെസ്റ്റ് മാതിരി അറ്റൻഡ് ചെയ്യുക. ഓൺലൈനിൽ എങ്ങനെയാണ് പരീക്ഷ ചെയ്ത്? ക്യാമറയിൽ ഓൺ ആക്കി, വീഡിയോയിൽ ഓൺ ആക്കിയിട്ടാ? ക്യാമറ ഓൺ ആക്കി എക്സാം എഴുതണം. ഓൺലൈനിൽ എഴുതിയാൽ മതി, ക്യാമറ ഓൺ ആക്കിയിട്ടാണ്. ഓക്കെ, നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാവരും കണ്ടില്ലേ ഇൻപേഷ്യന്റിന്റെ? എല്ലാവരും എടുത്ത ഇൻപേഷ്യന്റ് ഒക്കെ നിർത്തും തന്നെ. 2 മിനിറ്റ് തരാം. 2 മിനിറ്റ് തന്നെ. എക്കോ വരുന്നുണ്ട്, ഞാൻ ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എക്കോ ഉണ്ടാ? ഇപ്പൊ ഉണ്ടായിരിക്കോ? 49 പേജ് നമ്പർ 49 ആണ് പറയണേ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ആ ഇൻട്രഡക്ഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും എടുത്തോ. സമയം തരാൻ 2 മിനിറ്റ് നമ്മൾ സമയം തരും. എടുത്തോ, എടുത്ത് വന്നാൽ മതി. ഓക്കെ ഓക്കെ, എടുത്താ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 9. നിങ്ങളുടെ ചാപ്റ്റർ എത്ര? 100-ല് 40 ക്ലാസ് മാർക്ക്. ഓക്കെ, ഒരുപാട് പേര് ഷംസുദ്ദീൻ, ഷംസു, ഒരുപാട് പേര് മാർക്ക് ടോട്ടലൊക്കെ ഇട്ട് എഴുതുന്നുണ്ട്. നിങ്ങളെല്ലാവരും പാസ്സാവും, കുഴപ്പമില്ല, ടെൻഷൻ വേണ്ട. ഏത് 100-ല് വന്നാലും 200-ല് വന്നാലും എത്ര വന്നാലും നിങ്ങൾക്ക് 70 മാർക്കിൽ മേലെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ, എല്ലാവരും പാസ്സായിക്കോളും. റിവിഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാവും.
എല്ലാവരും ഉണ്ടാവും, കൃഷ്ണ ഉണ്ടാവും. നമ്മൾ വീണ്ടും നമ്മുടെ എല്ലാ ചാപ്റ്ററും ഒന്നും കൂടിയും കഴിഞ്ഞാൽ ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നേക്കണ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നത്. അത് നിങ്ങൾ നല്ലോണം വായിക്കുക. അതിന്റെ ഒരു പാർട്ടിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 5 എണ്ണം ഉണ്ടാവുള്ളൂ. ഈ തന്നേക്കണ ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതും അണ്ടർലൈൻ ചെയ്തതൊക്കെ നന്നായി പഠിക്കുക. അതിനപ്പുറത്തൊന്നും ഒന്നും വരില്ല. ഓക്കെ, ഇനി എല്ലാവരും അതൊക്കെ വിട്ടേക്ക്, ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ഒരു പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എക്സാം എന്താണാവോ? എല്ലാ ടീച്ചർമാരെ പോർഷൻസ് എടുത്ത് തീർന്നിട്ടില്ല. സമയമുണ്ട്, എക്സാമിനൊക്കെ ഇനിയും സമയമുണ്ട്. മെയിൻ എക്സാം ഇനിയും കിടക്കാം. 6 മാസമില്ലേ? നിങ്ങളിപ്പോ ജോയിൻ ചെയ്തിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇനി 5 മാസം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻപേഷ്യന്റ് എന്താ? രോഗികളുടെ വിഭാഗം. എന്താ രോഗികളുടെ വിഭാഗം? നമുക്ക് നോക്കാം. രോഗികളുടെ വിഭാഗം എന്താ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത കാണാൻ പറ്റുന്നോ നോക്കണം കേട്ടോ. കാണാൻ പറ്റണ്ട? സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണുന്നുണ്ട? ഓക്കെ, എന്താ ഇൻപേഷ്യന്റ്? ഇൻപേഷ്യന്റ് എന്ന് വെച്ചാൽ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് എന്താ? ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഔട്ട് പേഷ്യന്റ് പഠിച്ചു. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ OPD എന്ന് വിളിച്ചു. ഇതുപോലെ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ IPD എന്ന് പറയും. ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ മെൻഷൻ ചെയ്യുന്നത്? എന്താ മെൻഷൻ ചെയ്യണേ? ദ ഏരിയാസ് ഓഫ് ദ ഹോസ്പിറ്റൽ where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department, emergency services and ambulatory care. എന്താ പറഞ്ഞേ? ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ എമർജൻസി സർവീസ് അല്ലെങ്കിൽ ആംബുലേറ്ററി കെയർ എന്നിവയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ, ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക, ഡെഫിനിഷൻ ആണ് പറയണത്. ഇൻപേഷ്യന്റിന്റെ ഡെഫിനിഷൻ എന്താ? ഇൻപേഷ്യന്റിന്റെ ഡെഫിനിഷൻ പറയണേ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി സർവീസ്, ആംബുലേറ്ററി കെയർ. ഈ 3 ഡിപ്പാർട്ട്മെന്റ്, ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി സർവീസ്, ആംബുലേറ്ററി കെയർ. ഈ 3 വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർമാര് അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയ, സ്പെഷ്യലിസ്റ്റ് ആയ വിദഗ്ധന്മാര് അവരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അസസ്മെന്റ്, സ്പെഷ്യലൈസ്ഡ് അസസ്മെന്റ്, അവരുടെ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്ത ശേഷം, ആഫ്റ്റർ ബീയിങ് അഡ്മിറ്റഡ്, ആരെ? ഒരു പേഷ്യന്റിനെ ആഫ്റ്റർ ബീയിങ് അഡ്മിറ്റ് ചെയ്തതിന്റെ ശേഷം പേഷ്യന്റിനെ പാർപ്പിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ ആ ഏരിയനെ പറയുന്ന പേരാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ചുരുക്കി പറഞ്ഞ, ആ ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് ഒരു പേഷ്യന്റ് വന്നു, ഡോക്ടറെ കണ്ടു, കൺസൾട്ടേഷൻ ചെയ്തു, ട്രീറ്റ്മെന്റിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണ് ഇൻപേഷ്യന്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായ? ഇതിൽ ഓരോ വരി വെച്ച് പറയണെങ്കിൽ ഇൻപേഷ്യന്റ് മെൻഷൻസ് ആർ ഏരിയാസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ ഒരു ഏരിയയിലുള്ള പേഷ്യൻസ് ആർ അക്കോമഡേറ്റഡ്. പേഷ്യൻസ് അവിടെ താമസിച്ചിരിക്കുന്നു. എങ്ങനെ? ആഫ്റ്റർ ബീയിങ് അഡ്മിറ്റഡ്, അഡ്മിറ്റിന് ശേഷം. ബേസ്ഡ് ഓൺ, എന്തിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്തേക്കണ പേഷ്യന്റിനെ? വെറുതെ പേഷ്യന്റിനെ നമ്മൾ കൊണ്ട് അഡ്മിറ്റ് ചെയ്യോ? ഇല്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുമാര്, ഭയങ്കര ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുമാരുടെ എന്തിലാ? അവരുടെ ബേസ്ഡ്, അവരുടെ ആ ഒരു ഇതില് അവരാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തേക്കണേ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി സർവീസ്, ആംബുലേറ്ററി കെയർ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അല്ലെങ്കിൽ വിദഗ്ധന്മാർ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. താമസ സൗകര്യമൊക്കെ കൊടുത്തു, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഏരിയയില്. അതിനെ പറയുന്നതാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കേണോ? എല്ലാവർക്കും കിട്ടിയ? എന്താ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ മനസ്സിലായി. ഇവിടെ ഭയങ്കര മഴ, നല്ല മഴ പെയ്യുന്നുണ്ട്. അവിടെ ഇപ്പൊ മഴ മാറിയവർക്കൊക്കെ മഴ പെയ്ത? ഇവിടെ ഓക്കെ. തൗഫീനയുടെ സ്ഥലം എവിടെയാണ്?
മഴയുണ്ട് ഇവിടെ ഭയങ്കര മഴ. മഴ കാരണം കേൾക്കുന്നില്ല. മുഹസീന, മഴ കാരണം കേൾക്കുന്നില്ല. ഇല്ല, നല്ല മഴയാണ് തൃശ്ശൂര്. മഴ തുടങ്ങി, മഴ ഇവിടെ നല്ല മഴ. ഓക്കെ, ഒന്നുകൂടി പറയാം. കേൾക്കാത്തവർക്ക് മഴ തുടങ്ങി അവർക്ക് ഒന്നും കേൾക്കണില്ല. ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാത്തവർക്ക് ഒന്നുകൂടി പറയാം. മലപ്പുറത്തൊന്നും മഴയില്ല, ഇടുക്കിയിലില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മഴ കാര്യം. മഴ അപ്പോട്ടെ. നമ്മൾ ഇൻപേഷ്യന്റ്. എന്താ ഇൻപേഷ്യന്റ്? കോഴിക്കോടില്ല, കൊല്ലം മഴയുണ്ട് ഇവിടെ. ഓക്കെ. ഇൻപേഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ എമർജൻസി സർവീസ് അല്ലെങ്കിൽ ആംബുലേറ്ററി കെയർ, ഇവരുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാര് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകാരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ പ്രദേശത്തുള്ളവരെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? IPD is a part of health care facility or hospital where patients are admitted for over 24 hours. An IPD of the hospital is generally equipped with beds, medical equipment and 24/7 availability of doctors and nurses. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു 24/7 എന്താ? 24 എന്ന് പറഞ്ഞാൽ 24 hours and 7 days. ഒരു വീക്കിനെ ഹവേഴ്സിനെയും പറയണാണ്. എന്താ? 24 എന്ന് പറഞ്ഞാൽ 24 hours, 7 എന്ന് പറഞ്ഞാൽ 7 days. ആ ഒരു രീതിയിലാണ് പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, 7 days in a week. അപ്പൊ നമ്മൾ നോക്കാം എന്താ IPD പാർട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞത്. അതെന്താ പറഞ്ഞേ? IPD എന്നത് ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ടാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്ന് വെച്ചാൽ എന്താ? ആരോഗ്യ പരിരക്ഷ കൊടുക്കണ ആ ഒരു ഫെസിലിറ്റി, ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അവിടെ ഹോസ്പിറ്റൽ വേർ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ്. അവിടെ ഹോസ്പിറ്റൽ എങ്ങനെ അഡ്മിറ്റ് ചെയ്യണേ? 24 hours. എങ്ങനെയാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യണേ? 24 hours. പിന്നെന്താ? An IPD of the hospital is generally equipped with bed, medical equipment and 24/7 availability of doctors and nurses. 24 മണിക്കൂറിലാണ് എന്താ? 24 മണിക്കൂറിലധികം പേഷ്യന്റിനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ സൗകര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെയോ എന്താ ഭാഗമാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ എങ്ങനെ? ഹോസ്പിറ്റലില് ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള പേഷ്യന്റിനെ സാധാരണയായിട്ട് ബെഡ്, മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, നഴ്സുമാര് ഇവരുടെ സേവനം കിട്ടും. എങ്ങനെയാണ് ഇവരുടെ സേവനം കിട്ടുന്നത്? 24 മണിക്കൂറും 7 ഡേയ്സും ആയിട്ട്. ഒന്നുകൂടി പറയാം. രണ്ടാമത്തെ പാരഗ്രാഫ് എന്താ പറയണേ? ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ. ഇത്ര മനസ്സിലായോ? ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ. അവിടെ പേഷ്യന്റിന് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലില് 24 മണിക്കൂറും പേഷ്യന്റിന് എന്ത് കൊടുക്കണ്ട്? കെയർ കൊടുക്കണ്ട്. അങ്ങനെ 24 മണിക്കൂറും കെയർ കൊടുക്കണ ആ ഒരു ഹോസ്പിറ്റലില്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റലില് ജനറലി പൊതുവായിട്ട് എന്തൊക്കെ കിട്ടും? ജനറൽ ആയിട്ട് മെഡിക്കൽ എക്യുപ്മെന്റ്, ബെഡ്, പിന്നെ 24 ഹവേഴ്സും 7 days അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഡോക്ടറെയും നഴ്സിന്റെയും അങ്ങനത്തെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് 24/7 എന്ന ട്രീറ്റ്മെന്റും എവിടെ കിട്ടും? ഇൻപേഷ്യന്റിന് കിട്ടും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. ക്ലിയർ ആണ്? ഓക്കെ, ഷംജീർ ക്ലിയർ ആണ്?
ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ പറയണത് എന്താന്നാ, നിങ്ങൾക്ക് ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലവർക്ക് അത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഷംജീർ, ഓക്കെ. ജസീലാണ് ഷംജീർ, ഓക്കെ, സോറി. എല്ലാവരും പേര് ഞാൻ ഇന്നിപ്പോ ഇത് ഓർത്താലും അടുത്ത ക്ലാസ്സിൽ 2-3 ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ. പിന്നത്തെ ക്ലാസ് ആവുമ്പോൾ ഞാൻ വീണ്ടും ഇതെന്നെ പറയും. സോറി, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്താ? The duration of stay will rely on severity of the patient's illness. എന്താ? The duration of day. നമ്മൾ പറഞ്ഞു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു, താമസിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ താമസത്തിന്റെ ദൈർഘ്യം എന്തിനെ? Will rely on severity of the patient illness. പേഷ്യന്റിന്റെ ആരോഗ്യത്തെ. ഇൽനെസ് എന്താ? പേഷ്യന്റിന് അസുഖമില്ലാത്ത അവസ്ഥ. ആ പേഷ്യന്റിന്റെ ആരോഗ്യത്തിന്റെ, രോഗിയുടെ രോഗത്തിന്റെ തീവ്രത ആശ്രയിച്ചിരിക്കും. പേഷ്യന്റിന്റെ ആരോഗ്യം രോഗിയുടെ രോഗത്തിന്റെ തീവ്രത ആശ്രയിച്ചിരിക്കും അവിടെ കിടക്കണ പേഷ്യന്റിന്റെ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഒരു പേഷ്യന്റ് വന്നു, പനി വെറുതെ 2 ദിവസം അവിടെ കിടന്നു. 2 ദിവസം കിടക്കാനുള്ള പനിയുള്ള പേഷ്യന്റ് ആണെങ്കിൽ 2 ദിവസമല്ലേ കിടക്കുള്ളൂ? ഒരാഴ്ച അവിടെ കിടന്നു കഴിഞ്ഞാൽ കാര്യമുണ്ടാ? ഇല്ല. ആ പേഷ്യന്റ് അവിടെ കിടക്കണം എന്നുള്ളത് പേഷ്യന്റിന്റെ ആരോഗ്യത്തെ, ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ആലോചിച്ചിരിക്കും. കണ്ടീഷൻ എന്താണോ പേഷ്യന്റിന്റെ, അതനുസരിച്ചിരിക്കും പേഷ്യന്റ് അവിടെ കിടക്കണോ, എത്ര ദിവസം കിടക്കണം, അതോ അഡ്മിറ്റ് ആവണോ, വീട്ടിൽ പോണോ എന്നുള്ള കാര്യങ്ങളൊക്കെ രോഗിയുടെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് എന്താ പറഞ്ഞേ? ഔട്ട് പേഷ്യന്റ്, എമർജൻസി സർവീസ്, ആംബുലേറ്ററി കെയർ. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തില് ഡോക്ടർമാര് അല്ലെങ്കിൽ വിദഗ്ധന്മാര്, സ്പെഷ്യലിസ്റ്റുകാര് വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തില് പേഷ്യന്റിനെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം പേഷ്യന്റിനെ അവിടെ താമസിപ്പിക്കും, ഇല്ലേ? ആ താമസിപ്പിക്കണ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രദേശമാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, IPD. അവിടെ ഫുള്ള് പേഷ്യന്റ് എന്തായിരിക്കും? അവിടെ അഡ്മിറ്റ് ആയിരിക്കും. IPD ഏരിയയിൽ ചെന്നാൽ അവിടെ പേഷ്യന്റ് ഒക്കെ അവിടെ താമസിക്കുന്ന പേഷ്യന്റ് ആണ്, അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് 24 മണിക്കൂറും ആ ഒരു കെയർ കിട്ടണം. അതാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ആ 24 മണിക്കൂറും കെയർ കിട്ടണമെങ്കിൽ ആ ഹോസ്പിറ്റലില് ജനറൽ ആയിട്ട്, പൊതുവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും? വിത്ത് ബെഡ്, മെഡിക്കൽ എക്യുപ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഡോക്ടേഴ്സ്മാര് 24 മണിക്കൂറും 7 ഡേയ്സും ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അവരുണ്ടാവില്ലേ അവിടെ? ഡോക്ടർമാരെ നഴ്സിന്റെയും പരിചരണത്തിലാണ് നമ്മൾ അവിടെ അഡ്മിറ്റ് ആവണത്. മൂന്നാമത്തെ പോയിന്റ് ആണ്, നമ്മൾ പറഞ്ഞു പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആവൂന്ന്. ഈ ഒരു അഡ്മിറ്റ് ആവണതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ഒരു കാലയളവ് എങ്ങനെ പേഷ്യന്റിനെ ആശ്രയിച്ചിരിക്കും? പേഷ്യന്റ് രോഗിയുടെ രോഗാവസ്ഥയെ ആശ്രയിച്ചാണ് ഇന്ന ദിവസം ഇത്ര ദിവസം പേഷ്യന്റ് താമസിക്കണോ എന്ന് പറയണത്. ഓക്കെ, ആ 3 പോയിന്റ് ഉള്ളൂ ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട്. 24 hours-ഉം 24 hours and 7 days അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? 24 and 7 വിച്ച് ഇൻഡിക്കേറ്റ് എന്ന് തന്നാ നമ്മൾ എഴുതണം 24 hours-ഉം 7 days-ഉം. അത് അണ്ടർലൈൻ ചെയ്തിടാം. 24 hours എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാം മുകളില്. ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വെർ പേഷ്യൻസ് അഡ്മിറ്റഡ് ഫോർ ഓവർ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അവിടെ 2 ക്വസ്റ്റ്യൻസിനുള്ള ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താ? വാട്ട് ഈസ് എ അഡ്മിഷൻ? എന്താണ് അഡ്മിഷൻ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, ഒരു പേഷ്യന്റ് OP-യിൽ വന്നു, ചീട്ടെടുത്തു, പേഷ്യൻസിന്റെ അസുഖങ്ങളൊക്കെ കണ്ടു, ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ആ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യും. അതാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് അഡ്മിഷൻ? ഒറ്റയ്ക്ക് പറയണം. എന്താണ് അഡ്മിഷൻ? ഇറ്റ് മീൻസ് അലോയിങ് എ ക്ലയന്റ് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓർ ഡിസീസ് ഹി ഈസ് സഫറിംഗ് ഫ്രോം. എന്താ?
ക്ലൈന്റ് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. ക്ലൈന്റ് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ക്ലൈന്റ് താൻ അനുഭവിക്കുന്ന രോഗത്തിന്റെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ താമസത്തിന്റെ ദൗത്യം രോഗിയുടെ രോഗത്തിന്റെ ഒരു മിനിറ്റ് അവിടെ സമ്മതിക്കാം. ഓക്കെ ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടാ? ഓക്കെ ഓക്കെ എന്താ നമ്മൾ പറഞ്ഞത്? വാട്ട് ഈസ് അഡ്മിഷൻ അല്ലേ? അപ്പൊ എന്താ അഡ്മിഷൻ? അഡ്മിഷൻ വെച്ചാൽ എന്താ? ഇറ്റ് മീൻസ് അലോയിങ് എ ക്ലൈന്റ്, ഒരു ക്ലൈന്റിനെ ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. നമ്മൾ ഒരു ക്ലൈന്റ് എന്ന് പറയുന്നത് ആരാ ഇവിടെ? ഒരു ക്ലൈന്റ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് അല്ലേ? ഹോസ്പിറ്റലില് ക്ലൈന്റ് എന്ന് പറയുന്നത് ആരാ? പേഷ്യന്റ്. ഓക്കെ അപ്പൊ ഇവിടെ ക്ലൈന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. അപ്പൊ ഇറ്റ് മീൻസ് അലോവിങ് എ ക്ലൈന്റ്, ഒരു പേഷ്യന്റിനെ അനുവദിക്കുകയാണ് എന്തിനാ? ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യാൻ. അഡ്മിഷൻ ആവണ ഒരു പേഷ്യന്റ്. വാട്ട് ഈസ് അഡ്മിഷൻ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഒബ്സർവേഷൻ. അവർ എന്ത് അസുഖത്തിന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യണം അല്ലെ? ആ അസുഖം ഉണ്ടോ? നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു. പേഷ്യന്റിന്റെ അവർക്ക് പനിയാണെങ്കിൽ മരുന്ന് മേടിച്ച് വീട്ടിലോട്ട് വിടാം. അതല്ല വേറെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ, ആ പേഷ്യന്റിനെ കുറിച്ച് അന്വേഷിക്കണം. അപ്പൊ എങ്ങനെ അന്വേഷിക്കണം? ആ പേഷ്യന്റിന് എന്തെല്ലാം അസുഖമുണ്ട്, ഇന്നലെ എങ്ങനെയായിരുന്നു, 2 ദിവസം മുമ്പ് എങ്ങനെയായിരുന്നു, ഫുൾ ഡീറ്റെയിൽ അറിയണ്ടേ? അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വേണം. ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്, ആ പേഷ്യന്റിന് എന്താ അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങണം. ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം ആ പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അല്ലെ? അപ്പൊ ആന്റിബയോട്ടിക് ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമാണ്. പിന്നെ നമ്മൾ 5 ദിവസം. ഇഞ്ചക്ഷൻ ഒക്കെ ആണെങ്കിൽ ഒരു 5 ദിവസം ഉണ്ടാവും അല്ലെ? ഹി ഈസ് സഫറിങ് ഫ്രം ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. ഹി ഈസ് സഫറിങ് ഫ്രം എന്ന് വെച്ചാല് ഒരു ക്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ്. ആ പേഷ്യന്റ് താൻ അനുഭവിക്കുന്ന, ആ പേഷ്യന്റ് അനുഭവിക്കുന്ന രോഗത്തിന്റെ സഫറിങ് ഫ്രം, ആ പേഷ്യന്റ് എന്തെല്ലാം സഫർ ചെയ്യേണ്ടത് നമുക്കറിയില്ല. പേഷ്യൻസ് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും വന്നേക്കണേ. നമ്മളപ്പോ ഫസ്റ്റ് തന്നെ പേഷ്യന്റിന് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ ഒരു പെയിൻ കില്ലർ, ഒരു പെയിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് ആ പേഷ്യൻസിനെ റിലീഫ് ചെയ്ത് നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. റൂമിൽ ഷിഫ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ബ്ലഡ് എടുക്കും, ടെസ്റ്റ്, ഓരോ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യിപ്പിക്കും. ഇൻവെസ്റ്റിഗേഷൻ, എക്സ്റേ എടുക്കണ്ടാണെങ്കിൽ നമ്മൾ എക്സ്റേ റിപ്പോർട്ട്സ് എടുക്കും.
അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങും. എല്ലാ റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങും. ഏത് അസുഖത്തിനാണോ അവർ സഫറിങ് ഫ്രം, അവരനുഭവിക്കുന്ന രോഗത്തിന് നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് തുടങ്ങും. അങ്ങനെ ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്യും. അതാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല. വാട്ട് ഈസ് അഡ്മിഷൻ എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിനെ ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഹി ഈസ് സഫറിംഗ് ഫ്രം. എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അതിൽ നിന്നൊക്കെ ഒരു ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പേഷ്യന്റിന് നമ്മൾ അഡ്മിറ്റ് ചെയ്തു. നോർമൽ ആയി കഴിഞ്ഞാൽ പേഷ്യന്റിന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. നമ്മൾ പറഞ്ഞു പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു അല്ലെ? ഈ അഡ്മിറ്റ് ചെയ്യണതിന്റെ നമ്മൾ ഇതിന്റെ നടപടികളുണ്ട്. എന്തെല്ലാം പർപ്പസ് ആണ് നോക്കാം. എന്തെല്ലാം നമ്മൾ നോക്കണം അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ? വെറുതെ ഓടിക്കരുത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്മിറ്റ് ചെയ്താൽ തന്നെ പേഷ്യന്റിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കണം അത് നമ്മൾ നോക്കണം. അപ്പൊ ഫസ്റ്റ് ആണ് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ. പേഷ്യന്റിനെ തന്നെ നമ്മൾ ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത നമ്മൾ ആദ്യം പേഷ്യന്റിന് എന്ത് കൊടുക്കും? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. എന്താ കൊടുക്കാം? ഒരു അടിയന്തരമായ ഒരു പെട്ടെന്ന് ഉടനെ ഒരു പരിചരണം കൊടുക്കും. ഇമ്മീഡിയറ്റ് കെയർ. പെട്ടെന്ന് നമ്മൾ ആ പേഷ്യന്റിനെ പരിശോധിച്ച് പെട്ടെന്ന് ഒരു കെയർ കൊടുക്കും. ഇമ്മീഡിയറ്റ് കെയർ. സെക്കൻഡ് എന്ത് കൊടുക്കും? ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്. ഇമ്മീഡിയറ്റ് എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് കെയർ. ഇമ്മീഡിയറ്റ് കെയർ എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഷ്യന്റ്, നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് രാവിലെ അഡ്മിറ്റ് ആയ പേഷ്യന്റിനോട് പറയണേ, നിങ്ങൾ ഇപ്പൊ ഇവിടെ അഡ്മിറ്റ് ആയി, ഇവിടെ കിടക്കും, ഞാൻ ഉച്ചക്ക് വരാം, വൈകുന്നേരം വരാം, രാത്രി വരാം എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഇല്ല. പേഷ്യന്റിന് നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ പേഷ്യന്റിന് വേണ്ട കാര്യങ്ങൾ ഒന്നുമില്ലാണ്ട് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യൂല അല്ലെ? നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് സഫറിങ് ഫ്രം, അവൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തത്. അപ്പൊ ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തപ്പോ നമ്മള് പേഷ്യന്റിന് വേണ്ട കെയർ ഒക്കെ കൊടുക്കുക. അതുകൊണ്ടാ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക, വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക. സെക്കൻഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്. എന്താ? പേഷ്യന്റിന് നല്ലൊരു ആശ്വാസവും സുരക്ഷിതത്വവും കൊടുക്കണം. എന്താ കൊടുക്കണ്ടേ? കംഫർട്ട് കൊടുക്കണം. അതുപോലെ തന്നെ സേഫ്റ്റി, സുരക്ഷിതത്വം കൊടുക്കുക, സുരക്ഷ കൊടുക്കുക പേഷ്യന്റിന്. പേഷ്യന്റ് അവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര പെയിൻ ആയിട്ട് വന്ന പേഷ്യന്റിന് നമ്മൾ വേഗം പോയി പെയിൻ മാറാനുള്ളത് കൊടുക്കുക. അപ്പൊ ഒരു ആശ്വാസം കിട്ടി. പെയിൻ മാറാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോ പേഷ്യന്റിന് കംഫർട്ട്, ഭയങ്കര ആശ്വാസം കിട്ടി. സേഫ്റ്റി ടു ദ പേഷ്യന്റ്. പേഷ്യന്റിന് കംഫർട്ടും കൊടുക്കണം, അതുപോലെ തന്നെ സുരക്ഷിതത്വവും കൊടുക്കണം അല്ലെ? നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നതല്ലേ? അപ്പൊ പേഷ്യന്റിന് സുരക്ഷിതത്വം കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ടു റിസീവ് ദ പേഷ്യൻസ് ഇൻവാൾവ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. എന്താ മൂന്നാമത്തെ പോയിന്റ്? രോഗിയെ എന്നുവെച്ചാൽ പേഷ്യന്റിനെ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് വേണം ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോ വാർഡ് വേണോ റൂം വേണോ എന്ന് നമ്മൾ ചോദിക്കൂ അല്ലെ? അപ്പൊ നമ്മൾ എന്താ? വാർഡ് കൊടുക്കേണ്ട പേഷ്യൻസ് ആണെങ്കിൽ വാർഡ് കൊടുക്കും, റൂം കൊടുക്കേണ്ട പേഷ്യൻസ് ആണെങ്കിൽ റൂം കൊടുക്കും. അത് ഓരോന്നും ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം. ഐസിയുലോട്ടുള്ള പേഷ്യന്റ് ആണെങ്കിലോ നമ്മൾ ഐസിയുലോട്ട് വിടും. ഭയങ്കര സീരിയസ് ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ ഐസിയുലോട്ട് വിടും. നോർമൽ ആണെങ്കിൽ സാധാരണ പ്രശ്നമൊന്നുമില്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ചെക്കപ്പിന് വേണ്ടി വന്നാണ്, ഒരു ഡൗട്ട് തോന്നി അഡ്മിറ്റ് ആക്കിയതാണെങ്കിൽ റൂം കൊടുക്കും അല്ലെ? സാധാരണ കഴിവൊന്നുമില്ല പേഷ്യന്റിന്, വെറുതെ ഇതാ ഒബ്സർവേഷൻ ആണെങ്കിൽ വാർഡ് നോക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം, പേഷ്യൻസിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം പേഷ്യന്റിന് വാർഡ് കൊടുക്കാനായിട്ട്. ടു റിസീവ്, പേഷ്യന്റിന് കിടക്കാനായിട്ട് വാർഡ് കിട്ടണത് പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ്. നാലാമത്തെ പോയിന്റ് എന്താ? ടു ബി റെഡി ഫോർ എനി എമർജൻസി. എന്താ പറഞ്ഞേ? ഏത് എമർജൻസി സാഹചര്യത്തിനായിട്ടും നമ്മൾ തയ്യാറായിട്ട് റെഡി ആയിട്ടിരിക്കണം. എപ്പോഴും പേഷ്യന്റിന് നമ്മൾ അഡ്മിറ്റ് ചെയ്തു, ഇനി പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ്, കണ്ടീഷൻ എന്താണ്, പേഷ്യന്റിന് ഈ അവസ്ഥ കൂടോ, ഏത് സമയത്ത് എന്ത് സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കാം. ടു ബി റെഡി ഫോർ എനി എമർജൻസി. ഏത് എമർജൻസി വന്നാലും എന്ത് ചെയ്യാനുള്ള റെഡി ആയിട്ടിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താ? To obtain information about the client so as to establish a therapeutic nurse-patient relationship. ഇവിടെ ക്ലൈന്റ് എന്ന് ഉദ്ദേശിച്ചത് പേഷ്യന്റ് ആണ് ട്ടാ. നമ്മൾ ക്ലൈന്റ് എന്ന് പറയുന്നത്
ഹോസ്പിറ്റലിലെ ക്ലയന്റ് എന്ന് പറയുന്നത് പേഷ്യന്റാ. അപ്പൊ എന്താ, ഒരു ചികിത്സ നമ്മൾ തെറാപ്യൂട്ടിക് നേഴ്സ്, ഒരു തെറാപ്യൂട്ടിക് നേഴ്സിന്റെ പേഷ്യന്റുമായിട്ട് ഒരു ബന്ധം വേണം, റിലേഷൻഷിപ്പ് വേണം, വേണ്ടേ? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു അഡ്മിറ്റ് ആയി 2 ദിവസമായിട്ടും ആ നേഴ്സ് പേഷ്യന്റിനെ പോകും മരുന്ന് കൊടുക്കും എന്നല്ലാതെ ഒരു കാര്യം സംസാരിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ പേഷ്യന്റിന് അവിടെ കിടക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ഇല്ലേ? അവര് നമ്മൾ തന്നെ പറയും, എന്ത് നേഴ്സ്, ആ നേഴ്സിന് എന്ത് ചാടേ, എന്തൊരു സാധനമാണ് വന്നിട്ട് ഇത്രയും ദിവസമായി, നമ്മൾ തന്നെ പറയും. ചില നേഴ്സുമാരെങ്ങനെ വരുമ്പോ തന്നെ വന്ന് തലോടി, അമ്മേ എങ്ങനെയുണ്ട് വിശേഷം, എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോ തന്നെ ആ അമ്മയ്ക്ക് എന്ത് വേദന ഉണ്ടെങ്കിലും പെട്ടെന്ന് ആ ഒരു നഴ്സിന്റെ ആ ഒരു പരിചരണത്തോടും ആ ഒരു സാമീപ്യത്തോടു കൂടി നല്ലൊരു ആശ്വാസം കിട്ടും, അല്ലെ? അപ്പൊ നമ്മൾ ചെന്നിട്ട് പേഷ്യന്റിന്റെ അടുത്ത് ചെന്ന് ഭയങ്കരമായിട്ട് അവർക്ക് നമ്മളുടെ സ്വന്തമായിട്ട് കരുതാം. നമ്മൾ അവരൊരു മോളായിട്ട് നിന്നിട്ട് ഉമ്മ വാപ്പ എന്നൊക്കെ വിളിച്ച് നല്ല ഒരു കൂളായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കിയേ. അപ്പൊ അവരുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കും. അപ്പൊ അവർക്ക് നമ്മളോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും, അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞത്, തെറാപ്യൂട്ടിക് നേഴ്സും പേഷ്യന്റും, ആ ചികിത്സിക്കണ നേഴ്സും ആ പേഷ്യന്റും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാ, ഒരു ബന്ധം ഉണ്ടാവും. അപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുമ്പോ ഇവർക്ക് 2-3 നേരം ഭയങ്കര പെയിനുള്ളവർക്ക് ഇഞ്ചക്ഷൻ ഉണ്ടാവും. ഈ നേഴ്സ് ചെന്ന് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുമ്പോ അവർക്ക് എന്താ, അതിനോടൊരു ഇഷ്ടം തോന്നും. കാരണം എനിക്കിഷ്ടമുള്ള എന്റെ മോള്, അവര് മോളെ പോലെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ മോളെ ഒക്കെ വിളിച്ചാൽ പോകുള്ളൂ, അല്ലെ? അപ്പൊ നമ്മുടെ ഒരു ചികിത്സ, ഈ ഒരു നേഴ്സും ഈ പേഷ്യന്റും തമ്മില് ഒരു നല്ലൊരു റിലേഷൻ സ്ഥാപിക്കണം, നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. എന്നിട്ട് നമ്മൾ അത് സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം, ആ പേഷ്യന്റിനെ കുറിച്ച് എന്തെന്നാ ഇൻഫർമേഷൻ അബൌട്ട് ദ ക്ലയന്റ്, പേഷ്യന്റിനെ കുറിച്ച് നമ്മൾ പോയി അവരുടെ അത്യാവശ്യമുള്ള ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ ചോദിക്കുക ചെന്നിട്ട്, ഒരു സോഫ്റ്റ് ആയിട്ട്, അല്ലാതെ നിങ്ങൾ എന്താണെന്ന് നെറ്റിത്തെറിച്ചൊന്നും പറയരുത്. നമ്മൾ സോഫ്റ്റ് ആയിട്ട് ആ പേഷ്യന്റിന്റെ അടുത്ത് ചെന്ന് കുറച്ചു നേരം സംസാരിക്കുക, അവരെ വിശേഷം ചോദിക്കുക, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എങ്ങനെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നും ഒരു ഈ നഴ്സിനോട് ഒരു അറ്റാച്ച്മെന്റ്. അതാ അവരെന്താ വെച്ചാൽ ഈ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോണ വരെ ആ നഴ്സ് അവരെ കൂടി ഉണ്ടാവും, ഇല്ലേ? തെറാപ്യൂട്ടിക് നഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ചികിത്സിക്കുന്ന നഴ്സ് അതുവരെയും കൂടി ഉണ്ടാവില്ലേ പേഷ്യന്റിന്റെ? അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചിന്തിച്ച് പേഷ്യന്റും ആ നഴ്സും തമ്മില് ഒരു റിലേഷൻ ഉണ്ടാക്കാം. എന്തിനെ കുറിച്ച്? അവരോട് സംസാരിക്കാൻ, അബൌട്ട് ദ പേഷ്യന്റിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നെക്സ്റ്റ്, ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർ. എന്താ, നമ്മള് പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പേഷ്യന്റിന്റെ ഫാമിലിയുടെ കൂടെ ഉൾപ്പെടുത്താം, എന്നിട്ട് കെയർ ചെയ്യും. ഓക്കെ, ഇത് നഴ്സുമാര് പഠിക്കുമ്പോ തന്നെ നഴ്സുമാർക്ക് ക്ലാസ് കൊടുക്കും. നമ്മൾ നഴ്സല്ല, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നവരെ. നമ്മളോട് എന്ത് ചെയ്ത് പറയണേ, നമ്മളും ഈ കാര്യത്തില് നമ്മൾ വേണം. നഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നഴ്സുമാരെ ഗൈഡ് നമ്മുടെ മെച്ചുമുകളിലാണ്. നമ്മളിപ്പോ ഇവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം. അവരെങ്ങനെ സാമീപ്യം, ചില അറിയാത്ത നഴ്സുമാരെങ്കിൽ നമ്മൾ ചെന്ന് പറയണം. പേഷ്യൻസിനോട് അവരെ ഫാമിലിയുടെ കാര്യമൊക്കെ ചോദിച്ച് അവരെ കയ്യിലെടുക്കാൻ ഏറ്റവും എളുപ്പം ഫാമിലി കയറി പിടിക്കാന്നുള്ളതാണ്, അല്ലെ? ഏതൊരു പേഷ്യന്റ് ആയാലും അവരെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് കൂടുതൽ അഴിയണത്. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെന്താ, ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. അപ്പം ഇതുപോലെ തന്നെ കുടുംബാംഗങ്ങളും പേഷ്യന്റ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കൂടെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരൊന്ന് സഹായിക്കാം, അല്ലെ? ഇപ്പൊ നമ്മൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റിന്റെ വെയിറ്റ് നോക്കി, പേഷ്യന്റിന്റെ വെയിറ്റ് നോക്കുമ്പോ പേഷ്യൻസിന്റെ കൂടെ ഉള്ളവർക്ക് താല്പര്യം ഉണ്ടാവും. എന്റെ വെയിറ്റ് ഒന്ന് അറിയണം, എന്റെ കൂടി ഒന്ന് അറിഞ്ഞെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ അവരോട് ചോദിക്കാം. അവർക്ക് നമ്മളോട് ചോദിക്കാൻ മടിയായിരിക്കും, എന്തെങ്കിലും കൂടി ഒന്ന് നോക്കോ, ഫാമിലി കൂടി ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ ചോദിക്കാം, നിങ്ങളുടെ ആരെങ്കിലും വെയിറ്റ് നോക്കണോ, ഞാനിപ്പോ വെയിറ്റ് മെഷീൻ ഉണ്ടോ നോക്കണോ എന്ന് ചോദിക്കാം. എന്നിട്ട് അവരെ നിർത്തി അവരെയും കൂടി വെയിറ്റ് ഒക്കെ എടുക്കാം, അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതൊക്കെ അവർക്ക് സന്തോഷമായിരിക്കും, അല്ലെ? അപ്പൊ അതങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പോ തന്നെ അവരെ ഫാമിലിനെ സഹായിക്കാം. അതുപോലെ തന്നെ അവരെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഉൾപ്പെടുത്താം. പിന്നെന്താ, ഈ നഴ്സും പേഷ്യന്റും തമ്മിൽ ഒരു റിലേഷൻ, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാം. പിന്നെന്താ, ഏതൊരവസ്ഥയിലും എന്ത് പ്രശ്നം ഉണ്ടാവും, എന്ത് എമർജൻസി ആവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മളെല്ലാത്തിനും റെഡി ആയിട്ടിരിക്കാം. പിന്നെന്താ, പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് വേണം പേഷ്യൻസിനെ വാർഡില് അഡ്മിറ്റ് ചെയ്യാനായിട്ട്.
പിന്നെ പേഷ്യൻസിന് നമ്മൾ കംഫർട്ടും സേഫ്റ്റിയും സുരക്ഷിതത്വം കൊടുക്കണം. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ. അത്രയും കാര്യങ്ങൾ പർപ്പസ് ആണ് അഡ്മിഷന്റെ പ്രൊസീജിയർ. ഓക്കെ, അത്രയും കാര്യങ്ങൾ സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് ഇന്ന് അത്രയും എടുത്താൽ മതി. അടുത്ത ക്ലാസ്സിൽ ബാക്കി ടൈപ്സ് ഓഫ് അഡ്മിഷൻ എടുക്കാം. ഇപ്പൊ ഒന്നൊരു ഇൻട്രഡക്ഷൻ മാത്രം പറഞ്ഞുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇൻപേഷ്യന്റ് എന്താന്നുള്ളത്? സിമ്പിൾ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പഠിക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും എല്ലാവരും പോവേണോ? താങ്ക് യു ഒക്കെ പറഞ്ഞ് 5 മിനിറ്റ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഈ ക്ലാസ്? എല്ലാവരും എടുത്തു കഴിഞ്ഞ് അത്രയും ഭാഗം വായിച്ചു നോക്കാം. നമ്മൾ ഈ ചെറിയ പാഠമാണ്, പെട്ടെന്ന് തീരും. ഇത് ഇങ്ങനെ മനസ്സിലാക്കി പോയാൽ മതി. ഇത്രയും എടുത്തപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്പ് ഓഫ് അഡ്മിഷന്റെ ഫുള്ള് എടുക്കാം. അത് കഴിഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് നേഴ്സ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ ചാപ്റ്റർ കഴിഞ്ഞു. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാ. ഓക്കെ എന്നാ താങ്ക് യു. ഇനി ലെഫ്റ്റ് ആവുള്ളവര് ലെഫ്റ്റ് ആയിക്കോ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. Thank you, thank you. Thank you, bye.